കോൺഗ്രസ് നിലവിലുള്ള അധികാരത്തിൽ ഇപ്പൊ വീണ്ടും തുടരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തുടരും എന്നുള്ളതിന് ഒരു സംശയമില്ലാതെ വന്നിരിക്കുക. കാരണം ഇവരുടെ പ്രതിപക്ഷത്തിന്റെ വലിയ പുരോഗതി ഒന്നും കാണുന്നില്ല. ഒരു സാമൂഹ്യ മാറ്റം ആവശ്യമാണെന്ന് അവർക്ക് കൂടെ തോന്നുന്നുണ്ട്. അതിനെന്ത് വേണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനവും ഉണ്ടാകാതെ കക്ഷി വെറും തമ്മിലുള്ള ചേരിപ്പോരും മറ്റു കാര്യങ്ങളുമാണ് അവരതിനെ മുൻപന്തിയിലെടുക്കുന്നത്. അല്ലാതെ ഒരു ഭരണമാറ്റം ശക്തമായിട്ടും ആവശ്യപ്പെടുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കർശനമായ ഗൗരവമായ ചർച്ചകളൊന്നും ഇതുവരെയും നടന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്കാണ് കൂടുതൽ സാധ്യതയുള്ളത്. പ്രതിപക്ഷം ക്രിയാത്മകമായിട്ട് ഇടപെടുന്നില്ല പല വിഷയങ്ങളും. അവർ പരസ്പരം ഉള്ള ചെളിവാരിയേറും ഇതൊക്കെയാണ് കൂടുതലും നടക്കുന്നത്. ജനാധിപത്യപരമായ ഒരു സംവാദം അല്ലെങ്കിൽ ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശക്തമായൊരു പ്രതിപക്ഷത്തിൻ്റെ അഭാവം കേരളം അഭിമുഖീകരിക്കുന്നു. ആ സാഹചര്യം മറികടക്കാത്തിടത്തോളം കാലം ഭരണപക്ഷത്തിന് കൂടുതൽ സാധ്യതയുണ്ട്. ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവുന്നില്ല. പുതിയ DSLR-കളൊക്കെ ഉണ്ട്. കഴിയുന്ന രീതിയിലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് മറ്റവരത് മുതലെടുക്കുന്നത്. അത് തന്നെ. അതായത് ഇതിൻ്റെ അടിത്തട്ടിലുണ്ടാകേണ്ട പ്രവർത്തനങ്ങളുണ്ട്. അത് ഓരോ പ്രദേശത്തെയും ആൾക്കാരെ സംഘടിപ്പിക്കുകയും യുവാക്കളെ സംഘടിപ്പിക്കുകയും അവരിലൂടെ ഈ പ്രശ്നങ്ങൾ ആ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഏകോപന രീതിയോ അങ്ങനെയുള്ള ഒരു ഗൗരവമായ സമീപനവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഇതുവരെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. 1-2 തവണ ചില അപ്പം ഇതിനകത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി സമരങ്ങളോ തുടർ ക്യാമ്പയിനുകളോ ആക്കി ജനങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞില്ല. ഒരു വിഷയം പോലീസിനെ സംബന്ധിച്ച് ഒരിക്കലും അനുകൂലിക്കാത്ത ഒരു മനുഷ്യരങ്ങനെ അംഗീകരിക്കുന്നത്. അപ്പം മാനസികാവസ്ഥ അത് നിയമപരമായും ടെക്നിക്കലിയൊക്കെ അത് തെറ്റായെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും അവരൊരു ഭീകര ഒരു ഇതിലാണ് ഇപ്പോഴും നിലനിൽക്കും. അതിന് രാഷ്ട്രീയമായും വോട്ടായി ഇവർക്ക് ക്രോസ് ഇട്ടല്ലോ എത്തും എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വണ്ടിക്ക് ബ്രേക്കില്ലെന്നോ പറ്റിയിട്ടില്ല. അത് വലിയ ജനങ്ങളെ ഏറ്റവും പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റുന്ന, സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതിപ്പോഴും പ്രതിപക്ഷ അത് ആ രീതിയിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് 6-7 മാസത്തെ കാര്യമാണ്. പക്ഷെ അതിൽ സമരങ്ങളായി കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും ജനങ്ങളുടെ വികാരം ഗവൺമെന്റ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയുള്ള സമയം അത് ജനാധിപത്യമായ രീതിയിൽ ഭരണഘടനാപരമായ അവകാശങ്ങളും ശക്തമായ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഇല്ലെങ്കിൽ അതിന് ഫലമില്ലാതെ പോകും. ഇത് തന്നെ തുടർച്ച അനുഭവിക്കേണ്ടി പറഞ്ഞു. ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചുമുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാട് ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. ഇനി ജനാധിപത്യത്തിൻ്റെ തന്നെ ഇപ്പോൾ 4ാം തലമുറയാണ് ലോകമെമ്പാടുമുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും 1ാം തലമുറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പ്രധാനമായിട്ടും ഇതിനൊക്കെ മാറ്റം കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധികൾ
അവരുടെ 1200 രൂപ കൊടുക്കണം. ക്രിയാത്മകമായ ഇടപെടലുകളാണ് അവരെ കൊണ്ട് പോകണം. മാവേലിക്കര നമ്മൾ നിരന്തരം മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. മനുഷ്യാവകാശ ലംഘനങ്ങൾ മാവേലിക്കര വില കൂടുതലായിരിക്കും. നടക്കുന്നത് പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം അറിയാം, ഫോണിന്റെ ബാറ്ററി മാറ്റിയിട്ട് 1500 രൂപ. പ്രധാന പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, എന്താണ്? മൊത്തം കംപ്ലൈന്റ് അതിന് പരിഹാരം എവിടെയാണ് ഉണ്ടാകുന്നത്? ഒരേ സമയം 2 കൊണ്ട് നടക്കും. ഈ നിയമനിർമ്മാണ സഭകൾ അത് എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്? അവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ മറ്റേ ഫോൺ അവിടെ ഇത്തരം പ്രശ്നങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടേണ്ടത് അവിടെ അവിടെ വേണ്ട രീതിയിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നോമിനേറ്റ് ചെയ്ത പ്രതിനിധികൾ, ജനപ്രതിനിധികൾ വേണ്ട രീതിയിൽ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയും ശരിയായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കുകയോ ചെയ്യാത്തത് കാരണമാണ് ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ. കാര്യം വിജ്ഞാനത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന സാഹചര്യത്തിൽ പോലും ഇത് കൂടുതൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇതിന് ബന്ധപ്പെട്ടവർ തന്നെയാണ്. അവരുടെ ദീർഘവീക്ഷണമില്ലായ്മ, അവരുടെ ഇതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളെ, ജനാധിപത്യത്തെക്കുറിച്ചുള്ള അവരുടെ പഠനങ്ങൾ, അവരുടെ അവതരണ രീതികൾ, ഇതെല്ലാം ഒരുപാട് പുറകിലേക്ക് പോയതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അനുഭവങ്ങൾ തുടർക്കഥയാകുന്നത്. കേവലം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളെ മാത്രം നമ്മൾ പറഞ്ഞതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഇതൊരു സമൂഹത്തിൻ്റെ ഭാഗം, നമ്മുടെ ഈ രാജ്യത്തെ സമൂഹത്തിൽ നിന്നും വരുന്ന വ്യക്തികൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, വേറെ എങ്ങൊന്നും വരുന്നവരല്ല. അപ്പോൾ